ഹലോ! അപ്പോൾ ഇന്ന് നമുക്ക് വൈറലായിട്ടുള്ള മസ്ക ബൺ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസ്ക ബണ്ണ് എപ്പോൾ റീൽസ് തുറന്നു കഴിഞ്ഞാലും മസ്ക ബണ്ണും അതുപോലെ തന്നെ ഇറാനി ചായയും ഇത് രണ്ടുമായിരുന്നു ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്കും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോ. കാരണം ഈ ഒരു ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കിട്ടോ. ഞാനായിട്ട് റെസിപ്പി പറയുന്നില്ല, ഇതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബണ്ണ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചായ ഉണ്ടാക്കുന്നതിൽ ഇതിലൊരു മെയിനായിട്ടുള്ളൊരു കാര്യം ഈ ഏലക്ക തന്നെയാണ്. ഈ ഏലക്ക കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ അങ്ങനത്തെ ഏലക്കല്ല. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല തോട്ടത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്കയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഏട്ടൻ, പുള്ളിക്ക് തോട്ടമുണ്ട്, അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. നല്ല അടിപൊളി ഏലക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് നമ്മൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ മൊത്തം ഉണ്ടാവും. അത്രയ്ക്ക് നല്ല ഏലക്കയാണ്. അതിനെക്കുറിച്ച് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പിന്നെ സംസാരിക്കാം. അപ്പം നമ്മുടെ ചായ അപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട്. അതിൽ ഇച്ചിരി കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് ചായ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ച് നോക്കലാണ് അടുത്ത പരിപാടി. അതിന് വേണ്ടിയിട്ട് ബണ്ണ് എടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. കടിച്ചപ്പം തന്നെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ ചായയിൽ മുക്കി കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി എടുത്ത് നിൽക്കുന്നുള്ളത്. എന്നാൽ പിന്നെ ആ ഒരു രീതിക്കും കൂടിയും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പീസ് എടുത്തിട്ട് ചായയിൽ മുക്കി കഴിച്ചിട്ടുണ്ട്. സംഭവം കിഡു എന്ന് പറഞ്ഞാൽ കിഡുവാണ്. കാരണം ചായയിലും കൂടി മുക്കി കഴിക്കുമ്പോൾ ഒന്നാമത് ഈ ഒരു ബെന്നും അതുപോലെ അതിലുള്ള ബട്ടറും ഒക്കെ കൂടി ആകെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചായയിൽ മുക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.